നമസ്കാരം. ഒരു ഭാഗത്ത് ഇറാൻ അമേരിക്ക സംഘർഷങ്ങൾ ശക്തമാകുന്നതിനിടെ റഷ്യ ഇറാൻ സാമ്പത്തിക സൈനിക സഹകരണ കരാർ അത് ഏറെക്കുറെ അടുത്തെത്തിയിരിക്കുന്നു എന്ന വാർത്തകളാണ് പുറത്തു വരുന്നത്. ഇതുവരെ രഹസ്യമായാണ് റഷ്യ ഇറാനെ സഹായിച്ചിരുന്നത് എങ്കിൽ ഇനി പരസ്യമായി തന്നെ ഇറാനെ സഹായിക്കാൻ റഷ്യ തീരുമാനിച്ചിരിക്കുന്നു എന്നതാണ് ഏറ്റവും പുതിയ വിവരം. ഇന്നലെ വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത പുറത്തു വന്നിരുന്നു. റഷ്യയുടെ അത്യാധുനിക ഡൂംസ്ഡേ വിമാനം, അതായത് പറക്കുന്ന കമാൻഡ് സെന്റർ, അത് ടെഹ്റാനിലെത്തി എന്നുള്ളതാണ്. ഈ വാർത്തയുമായി ബന്ധപ്പെട്ട് ആ വാർത്ത ഇവിടെ റഷ്യയും അതുപോലെ തന്നെ ഇറാനും ഒക്കെ സ്ഥിരീകരിച്ചിട്ടുണ്ട്. അതായത് ഇനി ആകാശത്ത് ഇരുന്നു കൊണ്ട് കാര്യങ്ങളെ നിയന്ത്രിക്കാം. ഒരു ആണവാക്രമണം ഉണ്ടായാൽ പോലും ഉത്തരവാദിത്തപ്പെട്ട ആളുകൾക്ക് ആകാശത്തിരുന്ന് ഈ ആക്രമണത്തിൽ നിന്നെല്ലാം രക്ഷപ്പെട്ടുകൊണ്ട് കാര്യങ്ങളെ നിയന്ത്രിക്കാൻ കഴിയുന്ന ഒരു സംവിധാനമാണ് ഈ ഡൂംസ്ഡേ വിമാനത്തിൽ ഒരുക്കിയിരിക്കുന്നത്. സാധാരണ വിമാനത്തെ ഇവിടെ പ്രത്യേകമായി അത് പരിഷ്കരിച്ച് അതിൽ അത്യാധുനിക സംവിധാനങ്ങളൊക്കെ സജ്ജീകരിച്ചിരിക്കുന്നു. ഒരു ഭാഗത്ത് അമേരിക്കയുടെ റഡാർ സംവിധാനങ്ങളെ തലങ്ങും വിലങ്ങും ഇവിടെ ഇറാൻ അടിച്ച് തകർത്ത് തരിപ്പണമാക്കുമ്പോഴാണ് ഇത്തരത്തിലൊരു സംവിധാനം ഇറാന് സ്വന്തമാകുന്നത്, അത് നൽകാൻ റഷ്യ തയ്യാറാകുന്നത്. യുക്രൈനെ റഷ്യ നിർത്തിപ്പൊരിക്കുകയാണ്. ഈ നിർത്തിപ്പൊരിക്കുന്നതിന് വേണ്ടി ഇറാന്റെ സഹായം റഷ്യക്ക് ആവോളം ലഭിച്ചിട്ടുണ്ട്. എന്നിട്ടും എന്തേ റഷ്യ ഇറാനെ പരസ്യമായി സഹായിക്കാൻ രംഗത്തെത്താത്തത്? റഷ്യയും അമേരിക്കയും ഒക്കെ ഒറ്റക്കെട്ടാണ്, കാര്യത്തോടടുക്കുമ്പോഴാണ് ഇവിടെ കാര്യങ്ങൾ മനസ്സിലാവുന്നത് എന്നൊക്കെയുള്ള ചില കമന്റുകൾ പലരും സമൂഹ മാധ്യമങ്ങളിൽ രേഖപ്പെടുത്തിയിരുന്നു. എന്നാൽ ഇപ്പോൾ റഷ്യ നിലപാട് എന്താണ് എന്നുള്ളത് കൃത്യമായി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇറാനുമായിട്ടുള്ള സാമ്പത്തിക സൈനിക സഹകരണ കരാറിൽ റഷ്യ ഏർപ്പെടുന്നതോടുകൂടെ ഇവിടെ ഇറാന് വലിയ സഹായങ്ങൾ, സാമ്പത്തികമായും അതുപോലെ തന്നെ സൈനികമായും ഒക്കെ വലിയ സഹായങ്ങൾ ഇവിടെ റഷ്യയുടെ ഭാഗത്തു നിന്നുണ്ടാകും എന്ന് തന്നെയാണ് ഇപ്പോൾ പലരും നിരീക്ഷിക്കുന്നത്. അത് ഏറെക്കുറെ അടുത്തെത്തി ആ കരാറുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ പുരോഗമിക്കുന്നു എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നു. മിഡിൽ ഈസ്റ്റിലെ സംഘർഷവുമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ ഇന്ന് രാവിലെ ഉണ്ടായിട്ടുള്ള ഹോർമൂസിൽ ഇന്ന് രാവിലെ ഉണ്ടായിട്ടുള്ള ഇറാന്റെ ഒരു അറ്റാക്ക് തന്നെയാണ്. UAE ഉടമസ്ഥതയിലുള്ള കപ്പലുകൾക്ക് നേരെ ഇവിടെ ഇറാന്റെ ഒരു ആക്രമണം ഉണ്ടായി. അമേരിക്കയുടെ വാക്ക് കേട്ടാണ് ഇവിടെ ഈ കപ്പലുകൾ ഹോർമൂസ് കടക്കാൻ വേണ്ടി ശ്രമിച്ചത്. എന്തായാലും ഈ കപ്പലിൽ 30ഓളം ഇന്ത്യക്കാരുണ്ടായിരുന്നു. 11 പേർക്ക് ഗുരുതരമായി പരിക്കേറ്റു. അതുപോലെ തന്നെ ഇവിടെ ഒരാൾ കൊല്ലപ്പെടുന്ന സാഹചര്യവും ഉണ്ടായിട്ടുണ്ട്. ഇതിനിടെ ഏതായാലും ഇന്ത്യ ഇറാൻ നയതന്ത്ര പ്രതിനിധിയെ വിളിച്ചു വരുത്തി ശക്തമായ പ്രതിഷേധം അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. അതേസമയം ചില ആളുകൾ സമൂഹ മാധ്യമങ്ങളിൽ ചില പ്രതികരണങ്ങളുമായി രംഗത്തെത്തിയിട്ടുണ്ട്. അതായത് നേരത്തെ അമേരിക്ക ഇന്ത്യൻ നാവികരെ കൊലപ്പെടുത്തിയപ്പോൾ പലരും അമേരിക്കയോട് യുദ്ധം ചെയ്യണമെന്ന് പറഞ്ഞു. എന്തേ ഇപ്പോൾ ഇറാനുമായിട്ട് ഇറാന്റെ ഭാഗത്തു നിന്ന് ഇത്തരത്തിലൊരു നീക്കമുണ്ടായപ്പോൾ എന്തുകൊണ്ടാണ് ആരും ഇവിടെ ശബ്ദിക്കാത്തത് എന്നൊക്കെയുള്ള ചില ചോദ്യങ്ങളുമായാണ് പലരും രംഗത്തെത്തിയത്. എന്തായാലും അത്തരക്കാരോട് പറയാനുള്ളത്, ഇന്ത്യക്കാരായിട്ടുള്ള ആളുകൾക്ക് പരുക്കേറ്റതും അതുപോലെ തന്നെ ഒരു നാവികൻ കൊല്ലപ്പെട്ടതും ഒക്കെ ദുഃഖകരമാണ്, അക്കാര്യത്തിലൊന്നും തർക്കമില്ല. പക്ഷെ ഇവിടെ ഇറാൻ നിലപാട് നേരത്തെ തന്നെ പറഞ്ഞതാണ്. ഹോർമൂസ് ഞങ്ങളുടെ നിയന്ത്രണത്തിലുള്ള പ്രദേശമാണ്, അത് ഞങ്ങൾ ഭരിക്കും, അവിടെ അമേരിക്ക ഇടപെടാൻ വേണ്ടതില്ല. അമേരിക്കക്ക് ചില ലക്ഷ്യങ്ങളുണ്ട്, ആ ലക്ഷ്യങ്ങൾക്ക് ഞങ്ങൾ എന്തായാലും കൂട്ടുനിൽക്കില്ല, കുടപിടിക്കില്ല. അതുകൊണ്ട് ഞങ്ങൾ ഹോർമൂസ് അടച്ചാൽ അതുവഴി പിന്നെ ആരും സഞ്ചരിക്കാൻ ശ്രമിക്കരുത് എന്ന് ഇറാൻ വളരെ കൃത്യമായി പറഞ്ഞിരുന്നു. മാത്രമല്ല ഇറാൻ പറഞ്ഞത് ശരിവെക്കുന്ന വിധത്തിലുള്ള ചില സംഭവങ്ങളും ചില പ്രതികരണങ്ങളും വാർത്തകളും ഒക്കെ നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നുമുണ്ട്. അത് ട്രംപ് ഇന്നലെ പറഞ്ഞത് തന്നെയാണ്. അതായത് സമ്പന്നരായിട്ടുള്ള രാജ്യങ്ങൾ 20% ഇവിടെ ട്രംപിന് കൊടുക്കണം, അമേരിക്കക്ക് കൊടുക്കണം, അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ കാവൽ നിൽക്കും എന്നാണ് ട്രംപ് പറഞ്ഞത്. ആ ട്രംപിന്റെ ആ ഒരു നിലപാടിനെതിരെ ഇവിടെ ബ്രസീലിന്റെ ഒക്കെ ഒരു പ്രതികരണം ഉണ്ടായിട്ടുണ്ട്. ഏറ്റവും വലിയ കടൽ കൊള്ളക്കാരനാണ് ട്രംപ് എന്ന ഒരു പ്രതികരണമാണ് ഉണ്ടായിട്ടുള്ളത്. എന്തായാലും ഈ കടൽ കൊള്ളക്കാരന് കൂട്ടുനിന്നതിന്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ പ്രതികരിച്ചത്, അല്ലെങ്കിൽ ഞങ്ങൾക്ക് ആക്രമിക്കേണ്ടി വന്നത് എന്നാണ് ഇറാന്റെ പ്രതികരണം. എന്തായാലും ഇറാൻ പറഞ്ഞത് അത് കൃത്യമാണ്, ഇതുവരെ പറഞ്ഞതെല്ലാമാണ് ശരി എന്ന് ഇപ്പോൾ നടക്കുന്ന ചില സംഭവങ്ങളുമായി ബന്ധപ്പെട്ട്, സംഭവ വികാസങ്ങളുമായി ബന്ധപ്പെട്ട് നമുക്ക് പറയേണ്ടി വരും. സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ പ്രതികരണങ്ങളുമായി രംഗത്തെത്തിയ ആളുകൾ, എന്തുകൊണ്ട് അമേരിക്കക്കെതിരെ യുദ്ധം ചെയ്യണം എന്ന് പറഞ്ഞ ആളുകൾ ഇറാനെതിരെ ഒരു അക്ഷരം പോലും പറയുന്നില്ല എന്ന ചില ചോദ്യങ്ങൾ ഉയർന്നു വരുന്നു എന്ന് ഞാൻ പറഞ്ഞു. അത്തരത്തിലുള്ള ചോദ്യക്കാരോട് പറയാനുള്ളത് ഇപ്പോൾ നടക്കുന്ന ഈ സംഭവങ്ങളെ കുറിച്ച് തന്നെയാണ്. കണ്ണു തുറന്ന് അത് കാണാൻ ശ്രമിക്കണം. അതേസമയം ഇന്ത്യക്കാരായിട്ടുള്ള 11 ആൾക്ക് പരിക്കേറ്റു, അതുപോലെ തന്നെ ഒരാൾ കൊല്ലപ്പെട്ടു എന്നുള്ളത് അങ്ങേയറ്റം ദുഃഖകരമായിട്ടുള്ള വാർത്തയാണ്. അത്തരത്തിലുള്ള സംഭവങ്ങൾ
ഇനി ഇല്ലാതിരിക്കട്ടെ, അതിനുവേണ്ടി നമുക്ക് ഒരുമിച്ച് നിൽക്കാം എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. എന്തായാലും ഗൾഫ് മേഖല വലിയ ഭീതിയിലാണ്. സംഘർഷത്തിന് ഒരു അയവും ഇതുവരെ വന്നിട്ടില്ല. സംഘർഷം കൂടുതൽ മൂർച്ഛിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് പോയിരിക്കുന്നു. ഇതിനിടെ സൗദി അറേബ്യയും യമനും നേരിട്ട് മുട്ടുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോയിട്ടുണ്ട്. സൗദി അറേബ്യയുടെ ഭാഗത്ത് നിന്ന് യമനിലേക്ക് നടന്ന ഒരു ആക്രമണത്തിൽ ഒരു ഇറാന്റെ യാത്രാ വിമാനം കഷ്ടിച്ചാണ് രക്ഷപ്പെട്ടത് എന്ന വാർത്തകളും പുറത്തു വരുന്നുണ്ട്. മിഡിൽ ഈസ്റ്റിൽ സംഘർഷം മൂർച്ഛിക്കുന്നു. എന്തായാലും ഇത്തരത്തിലുള്ള സാഹചര്യങ്ങൾ മുതലെടുത്ത് രണ്ട് മുട്ടനാടുകൾ തമ്മിൽ കൂട്ടിയിടിക്കുമ്പോൾ ഇവിടെ ചോര കുടിക്കാൻ ഇറങ്ങിപ്പുറപ്പെട്ട കുറുക്കന്റെ റോളിൽ കടൽ കൊള്ളക്കാരനായി ട്രംപ് പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു എന്നുള്ളതും ശ്രദ്ധേയമാണ്.